സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഗുഡ് മോർണിംഗ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, എന്താണ് സംഭവിച്ചത് ഇന്നലെ? ഗുഡ് മോർണിംഗ്. തികച്ചും അനുചിതമായ ഒരു വേദിയിൽ വെച്ച് തികച്ചും അവാസ്തവമായ കാര്യങ്ങളാണ് ശ്രീ PC ജോർജ് അവിടെ പരാമർശിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയാണത്. ഒരു അപമാനിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഒന്ന്, അതൊരു സ്വകാര്യ ആശുപത്രിയുടെ പുതിയ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കേണ്ട സാഹചര്യം. അതിലുപരി അദ്ദേഹം പറഞ്ഞത് തികച്ചും അവാസ്തവമായ കാര്യമാണ്. പൂഞ്ഞാർ തെക്കേക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരില്ലെന്നും അത് 2 മണിയാകുമ്പോൾ പ്രവർത്തനം നിർത്തുന്നു എന്നും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് തികച്ചും തെറ്റാണ്. അവിടെ 4 ഡോക്ടർമാരുണ്ട്. അവിടെ വൈകുന്നേരം 6 മണി വരെ OP ഉണ്ട്. അതൊരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തികച്ചും തെറ്റായ ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം മുണ്ടക്കയം ആശുപത്രിയിൽ അതിന് ഞാനൊന്നും പ്രതികരിച്ചില്ല. രണ്ടാമത് വീണ്ടും അദ്ദേഹം അവിടെ നിർത്താതെ വീണ്ടും മുണ്ടക്കയം ആശുപത്രിയിൽ പുതിയ തസ്തികയ്ക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ ആരോഗ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ചില പരാമർശം നടത്തി. അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ഒന്ന്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. 2, അത് ഉന്നയിക്കേണ്ട ഒരു വേദിയല്ല ഇത്. നാട്ടിലെ മറ്റു വികസന കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അതിന് വേറെ വേദിയുണ്ട്. ഇതൊരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ആ ഉദ്ഘാടന ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു രീതിയിൽ പറയാൻ പാടില്ല എന്ന് തിരുത്തുകയാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയാണിതിങ്ങനെ മറ്റുള്ളവരെ പൊതുവേദിയിലടക്കം അപമാനിക്കുന്ന ഒരു സമീപനം. അപ്പൊ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ നിർബന്ധിതമായി എന്നുള്ളത് തികച്ചും തെറ്റായ കാര്യങ്ങൾ ഞാനും എന്റെയും കൂടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഞാൻ നിശബ്ദനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. പൂഞ്ഞാർ തെക്കേക്കരയിലെ ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടോ? ഉണ്ട്. നിലവിൽ 4 ഡോക്ടർമാരുണ്ട്. നിലവിൽ ഒരാൾ ഒരു ലേഡി ഡോക്ടർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പൊ സ്വാഭാവികമായ കാര്യമല്ലേ. 4 ഡോക്ടർ തസ്തികയുണ്ട്. 4 ഡോക്ടേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 6 മണി വരെ ചടങ്ങ് കഴിഞ്ഞപ്പോ കൈകൊടുത്ത് പിരിഞ്ഞോ അതോ രണ്ടുപേരും 2 വഴിക്ക് പോയോ? ശേഷം അതിനുശേഷം അവിടെ ഒന്ന് വേദി വിട്ട് പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, ശരി. താങ്ക് യു. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് നമുക്കൊപ്പം ചേർന്ന്. PC ജോർജിനെ ഞങ്ങൾ ശ്രമിച്ചു ഇതിലൊരു പ്രതികരണം ആരായാൻ വേണ്ടി. PC ജോർജ് ടെലിഫോൺ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇരിക്കുന്നതാണ് അതിനകത്ത് കൗതുകകരമായ ഒരു കാഴ്ച. മൊബൈൽ ഫോൺ, പണ്ട് AMMയുടെ സംഘടനാ ചർച്ച നടന്ന സമയത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നടന്ന് അവിടെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാൽ ഇരുന്നത് പോലെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇരുന്നത്. നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന രീതിയിൽ.